നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേറൊരു വിഷയമാണ്. ഞാൻ കഴിഞ്ഞ ഒരു 10, 30, 40 വർഷമായി ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആഗോളവൽക്കരണം വന്നു. പിന്നെ ഞാൻ ഔപചാരികമായി ആഗോളവൽക്കരണത്തിന്റെ കുറെ സിദ്ധാന്തം എനിക്ക് പഠിക്കാനുമുണ്ടായിരുന്നു. അതിനുള്ള കോഴ്സ് ചെയ്തതിന്റെ ഭാഗമായി എന്താണ് ഗ്ലോബലൈസേഷൻ, നിയോ ലിബറലൈസേഷൻ എന്താണ്, ഉദാരവൽക്കരണം എന്താണ്, നവ ലിബറൽ നയങ്ങൾ എന്താണ്, എനിക്ക് പഠിക്കാനും ഉണ്ടായിരുന്നു സിലബസിൽ. അപ്പൊ അതിനകത്ത് കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഔട്ട്സോഴ്സ് ചെയ്യുക, PPP നടപ്പിലാക്കുക, പിന്നെന്താണ് ഇങ്ങനെ BOT, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. പ്രൈവറ്റൈസേഷന്റെ വ്യത്യസ്ത മുഖങ്ങളാണെന്നേ ഉള്ളൂ. കറക്റ്റ് പ്രൈവറ്റൈസേഷൻ അല്ല, ഗവൺമെന്റ് അങ്ങ് മാറിക്കൊടുത്തുള്ള പ്രൈവറ്റൈസേഷൻ അല്ല. ഗവൺമെന്റ് ഉണ്ട്, ഒരു സ്കെൽട്ടൺ ഗവൺമെന്റ് ഉണ്ട് അവിടെ. പക്ഷെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് അപ്പൊ ഇതിനെയൊക്കെ ഗവൺമെന്റ് എതിർത്തിരുന്നു. ഇടതുപക്ഷം, പ്രത്യേകിച്ച് ഇടതുപക്ഷവും യൂണിയനുകളും എല്ലാവരും ഇതിനെ എതിർത്തിരുന്നു. നമുക്കതൊന്നുമല്ല വേണ്ടത്, നമുക്ക് പൊതുമേഖലയാണ് വേണ്ടത്. പൊതുമേഖല നമ്മൾ ശക്തിപ്പെടുത്തിയാൽ മതി, ബാക്കിയൊന്നും വേണ്ട എന്ന് നമ്മൾ പരസ്യമായി പറഞ്ഞു. ഒന്നും സ്വകാര്യവൽക്കരിക്കേണ്ട കാര്യമില്ല. ശരിയാണ്, നല്ലതാണ്. സ്വകാര്യത്തിനേക്കാൾ പൊതുമേഖല കുറച്ചുകൂടി നിൽക്കട്ടെ. പക്ഷേ അതിനുശേഷം നമ്മൾ ചെയ്ത ചില പരിപാടികളുണ്ട്. അത് സാക്ഷരതയോടുകൂടിയാണ് അത് പ്രാക്ടിക്കലാണെന്ന് പഠിച്ചതും പിന്നെ ഇങ്ങോട്ട് അത് പ്രയോഗിച്ചു തുടങ്ങിയത്. ഡിപ്പാർട്ട്മെന്റുകൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നമ്മൾ മിഷനുകൾ തുടങ്ങി. സമ്പൂർണ്ണ സാക്ഷരതാ മിഷൻ തുടങ്ങിയപ്പോൾ അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ യൂണിവേഴ്സിറ്റിയുടെ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ സെന്റർ ആവട്ടെ, ഇവിടെയുള്ള കാൻഫഡ് ആവട്ടെ, അത് അനൗപചാരിക വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ അവരാരെയും മൈൻഡ് ചെയ്തില്ല, അവരെ ഉൾക്കൊണ്ടുമില്ല. വേറെ മിഷൻ ഉണ്ടാക്കുന്നു, നമ്മൾ പോകുന്നു. കുറെ കഴിഞ്ഞപ്പോൾ റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ SGSY ഒക്കെ നടത്തി ഒരുപാട് ഈ പ്രാദേശിക തലത്തിലുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ പോലെയുള്ള സ്വയം സഹായ സംഘങ്ങളൊക്കെ RD വകുപ്പ് തുടങ്ങി. RD വകുപ്പിനെ മുഖവിലേക്ക് എടുക്കാതെ കുടുംബശ്രീ തുടങ്ങി. RD വകുപ്പ് തന്നെ നിലനിൽക്കുമ്പോൾ ശുചിത്വ മിഷൻ തുടങ്ങി. ഇന്നിപ്പോ ഒരുപാട് മിഷനുകളാണ്. അകത്ത് മിഷനുണ്ട്. ഈ പരസ്യമായിട്ടുള്ള ശുചിത്വ മിഷനോ കുടുംബശ്രീ മിഷനോ പോലുള്ള മിഷനുകൾക്ക് പുറമെ അകത്ത് സെല്ലുകളുണ്ട്. സെൽഫ് ഭരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, തമാശയ്ക്ക് പറയില്ലേ. അപ്പൊ അകത്ത് സെല്ലുകൾ തുറന്ന്, അകത്ത് മിഷനുകൾ തുറന്ന്, പുറത്ത് മിഷനുകൾ തുറന്ന് ഡിപ്പാർട്ട്മെന്റുകൾ അങ്ങ് അവർക്ക് സന്തോഷമാണ്. പലർക്കും അങ്ങനെ വലുതായിട്ട് മിഷൻ മോഡൽ ജോലി ചെയ്യണ്ട, നമുക്ക് ടെൻഷനുമില്ല, അതൊക്കെ അവർ ചെയ്തോളും. മിഷൻ നടത്തുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ കുറച്ച് പേരെ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവരും, കൂടുതൽ പേരെ കോൺട്രാക്റ്റിൽ കൊണ്ടുവരും. ഞാൻ വാക്ക് പറഞ്ഞ ശ്രദ്ധിക്കണം. വളരെ കുറച്ച് പേരെ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവരും, ബാക്കി കോൺട്രാക്റ്റിലാണ് കൊണ്ടുവരുന്നത്. മഹാഭൂരിപക്ഷം കോൺട്രാക്റ്റിലാണ്. അപ്പോൾ PF പോലുള്ള കാര്യങ്ങൾ കൊടുക്കണ്ട, പിന്നെ അതുപോലെ പെൻഷന്റെ പ്രശ്നമില്ല, പേ സ്കെയിലിന്റെ പ്രശ്നമില്ല, നല്ല ശമ്പളം കൊടുത്താൽ മതി, കൺസോൾട്ടേറ്റഡ് പേ നല്ലത് കൊടുത്താൽ മതി. അവരെ കൊണ്ട് നന്നായി ജോലി ചെയ്യിക്കാനും പറ്റും. അവരെ പിരിച്ചുവിടുന്നുള്ള പേടിയുള്ളതുകൊണ്ട് അവരുള്ള ജോലി സ്മാർട്ടായിട്ട് ചെയ്യും. അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്, അത് വേറെ. എന്നാൽ പോലും കുറച്ച് സ്മാർട്ടായിട്ട് ജോലിയൊക്കെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മിഷനുകൾ വളർത്തിയെടുത്തത്. മിഷനുകൾ കൊണ്ടുവന്ന് കേരള മിഷൻ ഇതെല്ലാം അങ്ങനെ വന്നതാണ്. ഒരു പ്രത്യേക സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടി. പക്ഷെ പ്രശ്നം അവിടെ അല്ല, ആ വണ്ടി വന്നതിലല്ല എന്റെ പ്രശ്നം. മിഷനുകൾ വന്ന് മിഷനുകൾ ദൗത്യം കഴിഞ്ഞാലും പിരിച്ചുവിടാൻ കഴിയാത്ത രീതിയിലായി. അവരെ പിരിച്ച് ഡിപ്പാർട്ട്മെന്റിലെ വേറെ ജോലി കൊടുക്കണ്ടേ? ഒരു ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ നിൽക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിനെ തളർത്തിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് വർക്ക് കൊടുക്കാതെ അവിടെ വരേണ്ട പൈസ എടുത്ത് മിഷന് കൊടുക്കുന്നു. നല്ല കാര്യം. മിഷന്റെ നല്ല കാര്യമല്ല, ഞാൻ വേറെ അർത്ഥം നല്ലതെന്ന് പറഞ്ഞു. ശരി, മിഷന്റെ ദൗത്യം കഴിഞ്ഞു, ഒരു പർട്ടിക്കുലർ പീരീഡ്. മിഷൻ ആകുമ്പോൾ പീരീഡ് ഉണ്ടല്ലോ, ദൗത്യമല്ലേ. പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാലോ ഇത് ഡിപ്പാർട്ട്മെന്റിന് സ്ട്രെങ്തൻ ചെയ്യണ്ടേ? നമ്മൾ ഡിപ്പാർട്ട്മെന്റിനെ സ്ട്രെങ്തൻ ചെയ്യൂല, പൊതുമേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് ഭയങ്കരമായിട്ട് വാദിക്കുകയും ചെയ്യും. ആഗോളവൽക്കരണത്തിനെ എതിർത്ത് വർത്താനം പറയും. അകത്ത് എല്ലാവിധ ആഗോളവൽക്കരണത്തിന്റെ പറയുന്ന എല്ലാവിധ സംഘടനാ സംവിധാനവും നമ്മൾ അകത്തും പുറത്തും ചെയ്യും. വലിയ വിരോധാഭാസമാണ് മലയാളിയുടെ കാര്യം ആലോചിച്ച്. അപ്പൊ ഡിപ്പാർട്ട്മെന്റുകൾ ക്ഷയിക്കുന്നു, മിഷനുകൾ വളരുന്നു. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ഈ മിഷനുകൾ എന്താവുന്നു? അതിന്റെ മൂല്യവും നഷ്ടപ്പെട്ട് അതിൽ കാലാകാലങ്ങളിലെ പാർട്ടിക്കാരും സംഘടനക്കാരും അവർക്ക് വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ അതിനകത്ത് കയറി മിഷനുകൾ ഡിപ്പാർട്ട്മെന്റുകളെക്കാൾ വഷളാവുന്നു. അതും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്നു. 20 വർഷത്തേക്ക് മിഷൻ എന്ത് മിഷനാണ്? മിഷൻ പർട്ടിക്കുലർ പീരീഡാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റുകൾ മോശമാണെന്ന് പറഞ്ഞ് മിഷനുകൾ തുടങ്ങി, ഡിപ്പാർട്ട്മെന്റുകൾ നശിപ്പിച്ചു. മിഷനുകൾ ഡിപ്പാർട്ട്മെന്റുകളെക്കാൾ ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് ചെയ്ത് അത് നശിച്ചു. അധിക ബാധ്യതയായി.
ഒരേ സമയം ഡിപ്പാർട്ട്മെന്റിനും പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവർ സർവീസ് സംഘടനകൾ ബോളം ഉണ്ടാക്കും, മിഷനും പൈസ കൊടുക്കണം. എന്ത് സംവിധാനമാണ്? അപ്പൊ രണ്ടും ഡിപ്പാർട്ട്മെന്റ് വന്നു, മിഷനുകൾ തളർന്നു. മിഷനുകൾ ഡിപ്പാർട്ട്മെന്റുകളെക്കാൾ മോശമായി മാറി, അവരും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് പോയി. ഇത് ഞാൻ പറയുന്ന പർട്ടിക്കുലർ ഒരു ഗവൺമെന്റിന്റെ കഥയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെതിരെ വർത്താനം പറയുന്നു എന്നുള്ള രീതിയിൽ ഈ വീഡിയോ കാണരുത്. ഇത് കഴിഞ്ഞ കുറേ വർഷമായി ഇവിടെ തുടരുകയാണ്. കേരളത്തിന്റെ സിസ്റ്റത്തോടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, സിസ്റ്റത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ഒരു കുറ്റം പറയുകയല്ല. അപ്പൊ ഞാനും ഇപ്പൊ പല മിഷനുകളെയും നമ്മളുടെ സേവനം എടുക്കാറുണ്ട്. ഗവൺമെന്റ് എന്നുള്ള നിലയിൽ പല സേവനങ്ങളും കൊടുക്കാറുമുണ്ട്. അത് വേറെ മറ്റൊരു വിഷയമായി നിൽക്കും, നമ്മൾ കൊടുക്കും. ഞാൻ പറഞ്ഞ താത്വികമായി അല്ലെങ്കിൽ ആശയപരമായ ഒരു ആശയമാണ് വെച്ചത്. മിഷനുകൾ നല്ലതാണ്, ഞാൻ മോശമാണെന്നുള്ള അഭിപ്രായം അല്ല പറയുന്നത്. പക്ഷെ അതിന്റെ ദൗത്യം പലപ്പോഴും അത് നിർവഹിക്കപ്പെടാതെ പോകുന്നു. എൻ്റെ വാദം, എൻ്റെ അഭിപ്രായം, ഡിപ്പാർട്ട്മെന്റുകളെ കൂടി ശക്തിപ്പെടുത്തി അതിന്റെ ക്രിയേറ്റിവിറ്റിയും കൂടി വളർത്തുന്ന നിലയിൽ നമുക്ക് മിഷനുകളാകാം, തീർച്ചയായിട്ടും ആകാം. ദൗത്യം വേണം. മിഷൻ എന്ന് പറഞ്ഞാൽ ദൗത്യമല്ലേ, ആ ദൗത്യം വേണം, അതിനൊരു സംഘടനാ സംവിധാനം വേണം, അത് സിങ്ക്രണൈസ് ചെയ്ത് പോകണം. ഇത് യാതൊരു ബന്ധവുമില്ല, അത് സെപ്പറേറ്റ് മിഷനാണ്, അവരെ ഒരുപായിട്ട് ബന്ധമൊന്നുമില്ല. അതെങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പൊ ഡിപ്പാർട്ട്മെന്റുകളെ ശക്തിപ്പെടുത്തണം. മിഷനുകൾ താൽക്കാലിക ആവശ്യങ്ങൾക്ക് മിഷനുകൾ വേണമെങ്കിൽ തീർച്ചയായും മിഷനുകൾ രൂപീകരിക്കണം. ആ മിഷനുകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് തന്നെ പോകണം. ഇപ്പൊ അതൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ മിഷൻ ആകുമ്പോൾ ഒരു ഗുണമുണ്ട്, ഗവൺമെന്റുകൾക്ക് ഞാൻ പറഞ്ഞ പെൻഷൻ കൊടുക്കണ്ട, ജോലി സ്ഥിരതയില്ല, PF പോലുള്ള കാര്യങ്ങളില്ല, പല കാര്യങ്ങളും കൊടുക്കണ്ട, സർവീസ് ആനുകൂല്യങ്ങളൊന്നും കൊടുക്കണ്ട. ഓപ്പൺ മാർക്കറ്റ് അല്ലേ, മാർക്കറ്റിൽ നിന്ന് ആളെ എടുക്കുക, കാര്യം കഴിയുമ്പോൾ മാർക്കറ്റിലേക്ക് വിടുക, അവരടുത്ത മിഷനിലേക്ക് പോകും, അവിടെയും ബാർഗൻ ചെയ്ത് വലിയ പൈസ മേടിക്കും. അതാണ് മാർക്കറ്റ് എക്കോണമിയാണ്, ഗ്ലോബലൈസ് ചെയ്യപ്പെടുന്ന മാർക്കറ്റ്. അത് നമ്മൾ നന്നായി നടത്തുകയാണ് കേരളത്തിൽ. അപ്പോൾ നടക്കട്ടെ. അപ്പോൾ നമുക്ക് വേണ്ടത് ഡിപ്പാർട്ട്മെന്റുകളെ, ഞാൻ ഡിപ്പാർട്ട്മെന്റ് വാദമല്ല പറയുന്നത്, കാലത്തിനനുസരിച്ച് പ്രൊഫഷണലാക്കി മാറ്റണം. അത് ശമ്പളം കൊടുക്കണം അവർക്ക്, നമ്മൾ കാലാനുസൃതമായി ക്രിയേറ്റീവ് ആക്കണം അവരെ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ ജോലിക്ക് വന്നാൽ, എൽഡി ക്ലാർക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു സൂപ്രണ്ട് ഏതെങ്കിലും ഒരാൾ ജോലിക്ക് വന്നാൽ, അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ വന്നാൽ, അയാൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്തതിനു ശേഷം അവിടെ ചെന്ന് ഇരിക്കാൻ പറയും, സീറ്റ് കൊടുക്കും. പിന്നെ അയാളടുത്ത് ഓരോ ഫയൽ വരെ അയാൾ ഓരോ ഫയലും എടുത്ത് ഓരോ ചേട്ടന്മാരടുത്ത് പോയി ചോദിച്ച്, പിന്നെ ജൂനിയർ ക്ലർക്ക് ആണെങ്കിൽ സീനിയർ ക്ലർക്കിനോട് ചോദിച്ചു, അല്ലെങ്കിൽ സൂപ്രണ്ടിനോട് ചോദിച്ചു, അല്ലെങ്കിൽ സെക്രട്ടറിയോട് ചോദിച്ചു, പഠിച്ച് എടുത്തൊക്കെയാണ് പോകുന്നത്. അതൊക്കെ കളയേണ്ട കാലമായി. കയറിയാൽ ഉടനെ അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കും. ഓട്ടാൻ ഇപ്പൊ ഡെറാഡൂണിലെ IAS ട്രെയിനിങ് കഴിഞ്ഞാലേ IAS കിട്ടത്തുള്ളൂ. അതുപോലെ PSC കയറി കഴിഞ്ഞാൽ ഉടൻ ട്രെയിനിങ്ങിന് അയക്കണം. കറക്റ്റ് 2-3 വർഷത്തിനകത്ത് റിഫ്രഷർ ട്രെയിനിങ്ങിന് അയക്കണം. ഇനി ഒരു കാര്യം കൂടി പറയാം, അങ്ങനെ പറയാവുന്ന അറിയില്ല, കേരളത്തിലെ സർവീസ് സംഘടനകൾ എന്നെ വിടത്തില്ല, എന്നാലും ഞാൻ പറയുന്നു, ഇയർ വൈസ് പ്രൊമോഷൻ വേണ്ട. വർഷം ആകുമ്പോൾ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും പ്രൊമോഷനാണ്. വർഷം തോറും പ്രൊമോഷൻ എന്നല്ല, ഒരു 10 വർഷം വർക്ക് ചെയ്തു പ്രൊമോഷനാണ്, 20 വർഷം വർക്ക് ചെയ്തു പ്രൊമോഷനാണ്. അത് വേണ്ട. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പെർഫോമൻസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് പ്രൊമോഷൻ. കയറുമ്പോഴേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അറിയാലോ, ഞാൻ നല്ല പെർഫോം ചെയ്താൽ എനിക്ക് പ്രൊമോഷൻ. ജോലിയിൽ നിന്ന് പിരിച്ചൊന്നും വിടണ്ട. പെർഫോമൻസ് ഞാൻ മോശമാണെങ്കിൽ എന്നെക്കാൾ പെർഫോമൻസ് ഉള്ള ജൂനിയർ ആളിന് പ്രൊമോഷൻ. വർഷമൊന്നും പ്രശ്നമല്ല. എന്നേക്കാൾ ജൂനിയർ ആണോ സീനിയർ ആണോ അതല്ല വിഷയം, എന്നേക്കാൾ പെർഫോം ചെയ്യുന്നുണ്ടോ അതൊരു ഇൻഡെക്സ് വയ്ക്കുക. PSC ഒക്കെ അങ്ങനെ ആലോചിക്കുക. ആ തരത്തിൽ ആലോചിച്ച് പെർഫോമൻസ് ഇൻഡെക്സിലൂടെ വളരെ ക്രിയേറ്റീവ്. ഇനി പെർഫോമൻസ് ആർക്കെങ്കിലും കുറവാണെങ്കിൽ അവരെ പെർഫോമൻസ് കൂട്ടാനുള്ള ട്രെയിനിങ്ങിന് അയക്കുക. അല്ലാതെ ഒരു പെർഫോമൻസ് കുറഞ്ഞു എന്ന് വെച്ച് പിന്നെ അവരെ എഴുത്തള്ളുകയല്ല, അവരെ നല്ല ട്രെയിനിങ്ങിന് അയക്കുക. അപ്പോൾ അങ്ങനെ ട്രെയിനിങ്ങിന് അയച്ച് പെർഫോമൻസ് ഇല്ലാത്തവരെ പെർഫോമൻസ് ഉള്ളവരാക്കി മാറ്റി, ക്രിയേറ്റിവിറ്റി കുറയുന്നവരെ ക്രിയേറ്റിവിറ്റി കൂട്ടി, ഡിപ്പാർട്ട്മെന്റിനെ സ്ട്രെങ്തൻ ചെയ്ത് അതിനെ സിങ്ക്രണൈസ് ചെയ്ത് സഹായിക്കുന്ന നിലയിൽ മിഷനുകളും രൂപീകരിച്ച് പോവുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ ക്രിയേറ്റീവ് ആവുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്തോട്ടെ, അങ്ങനെയാണ് പൊതുമേഖലയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക. ഇത് ഡിപ്പാർട്ട്മെന്റുകൾ തളരുന്നു, മിഷനുകൾ വളരുന്നു. മിഷനുകൾ കുറച്ച് കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ മോശമായി മാറുന്നു. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ വഴിയെ പോകുന്ന എല്ലാവരും അതിനകത്ത് ജോലി ചെയ്യാൻ തുടങ്ങുന്നു. യാതൊരു താല്പര്യമില്ലാതെ സ്ഥാപിത താല്പര്യം വെച്ച് അതിനകത്ത് ആളുകളെ വെക്കുന്നു. എന്താണ്? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ മിഷനുകളെയും കുറിച്ചൊരു പുനർവിചിന്തനം ആലോചിക്കാം. അതിൻ്റെ ദൗത്യം പുനർനിർവചിക്കേണ്ടതുണ്ട്, അത് കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇതെൻ്റെ ഒരു നിർദ്ദേശമാണ്, എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ്. ക്യാമ്പയിനുകൾക്ക് വേണ്ടി ക്യാമ്പയിനുകൾ, പദ്ധതികൾക്ക് വേണ്ടി പദ്ധതികൾ, യാതൊരു വിഷനുമില്ലാതെ
യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ പദ്ധതികൾ രൂപീകരിച്ച് പോകുന്നത് നാടിന് ഗുണകരമല്ല, വ്യക്തികൾക്കും ഗുണകരമല്ല. അതുകൊണ്ട് ആരെയും പിരിച്ചുവിടണമെന്നോ പൊസിഷൻ മാറ്റി കളയണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തീർച്ചയായും വളരെ പ്രൊഫഷണലായിട്ടുള്ള, ടെക്നിക്കലായിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വേണം ഇതെല്ലാം കൊണ്ടുപോകാൻ. അല്ലാതെ വരുമ്പോഴാണ് ഇതെല്ലാം പരാജയപ്പെട്ടു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാളയ്ക്ക് മുമ്പേ കെട്ടിയ വണ്ടി അല്ലെങ്കിൽ കുതിരയ്ക്ക് മുമ്പിൽ കണ്ടു കെട്ടിയ വണ്ടിയായി ഇത് മാറുന്നത്. അത് തിരിച്ചാക്കുവാൻ നമുക്കെല്ലാവർക്കും കൂട്ടായി ശ്രമിക്കാം.